ഹായ് നമസ്കാരം, ബിജു ദേവരാജാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് സംസാരിക്കുന്നത് മാർക്കോ എന്ന സിനിമയെ കുറിച്ചാണ്. ഉണ്ണി മുകുന്ദനാണ് നായകൻ. വളരെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇന്നലെ ആ സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 15 മിനിറ്റോളം സിനിമ വളരെ ഗംഭീരമായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഉണ്ണി മുകുന്ദനെ ഇൻട്രോ ചെയ്യുന്ന സമയം വരെ ഉണ്ണി മുകുന്ദന്റെ ഇൻട്രോഡക്ഷൻ വളരെ ഗംഭീരമായിരുന്നു. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള മാസ് ഡയലോഗ് ഉണ്ട്, യു ഡീൽ വിത്ത് എ റോങ് പേഴ്സൺ. ഗംഭീരമായിരുന്നു. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഡയലോഗാണ്. ഇതൊക്കെ ആസ്വദിച്ചു. അതിനുശേഷമുള്ള ഒരു 45 മിനിറ്റോളം ലാഗ്, പടം ഭയങ്കര ലാഗായിരുന്നു. ഈ ഒരൊറ്റ സീക്വൻസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് സിനിമ എങ്ങനെ കണ്ടിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പോയത്. കാരണം ഒരു ലോജിക് ഉണ്ടോ ഒന്നുമില്ല, ഒരു സെൻസ് ഇല്ലാത്ത രീതിയിലേക്ക് പോയി. വയലൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ഭയങ്കര ഭീകരമായിട്ടുള്ള വയലൻസ് ആണ്. സിനിമ തുടങ്ങുന്നത് എന്ന് പറയുന്നത് ഒരു 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്, 2 ഗാങ്സ്റ്റർ ഗ്രൂപ്പുകൾ തമ്മിലുള്ള. കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ സിനിമ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അത്തരം ഒരു ഗാങ്സ്റ്റർ സിറ്റുവേഷൻ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും എനിക്ക് തോന്നുന്നത് യോജിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടുവച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ എന്ന കഥാപാത്രം എന്തിനും പോന്ന ആക്ഷൻ ചെയ്യാൻ കഴിവുള്ള, ബുദ്ധിയുള്ള, അല്ലെങ്കിൽ ഏത് തരത്തിലും കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു നായക കഥാപാത്രം എന്ന രീതിയിലാണ് ഉണ്ണി മുകുന്ദൻ ഇൻട്രൊഡക്ഷൻ. അങ്ങനെ ഉണ്ണി മുകുന്ദൻ ഈ ഒരു സീനിലേക്ക് വരികയാണ്. ഉണ്ണി മുകുന്ദന്റെ അനുജൻ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ ഫാമിലിയിലേക്ക് എത്തിയ കൊലപാതകത്തെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ തന്നെ അന്വേഷിക്കുന്നിടത്താണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ വയലൻസിനെ കുറിച്ചാണ്. സിനിമയുടെ വയലൻസ് ഇതിന്റെ ഒരു ലിമിറ്റ് കടന്നു പോയിരിക്കുന്നു, ഇതിന്റെ ഒരു ബെഞ്ച് മാർക്കാണ് എന്നൊക്കെ, ഇന്ത്യൻ സിനിമയുടെ വയലൻസിനുള്ള ബെഞ്ച് മാർക്കാണെന്നൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് അഭിപ്രായം വന്നിരിക്കുന്നത്. എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിമിറ്റേഷൻ അപ്പുറം പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു സിനിമയാകുമോ എന്നുള്ളതാണ്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് സിനിമ ഉണ്ടാകണം, കഥയുണ്ടാകണം, സ്ക്രിപ്റ്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ മനോഹരമായിട്ട് ലോജിക് സെൻസിൽ വർക്കൗട്ട് ചെയ്യണം അതിനെ. അല്ലെങ്കിൽ വെറുതെ ഒരു കശാപ്പ് ശാലയുടെ മുന്നിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അതിന്റെ ക്ലോസ് ഷോട്ടും എക്സ്ട്രീം ക്ലോസ് ഷോട്ടും വൈഡ് ഷോട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു സിനിമയാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു സിനിമയുടെ രീതിയിലേക്ക് വരിക, അതെങ്ങനെയാണ് ഒരു ബെഞ്ച് മാർക്ക് ആകുന്നതെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം അത്രത്തോളം വയലൻസ് ഒക്കെ ഉണ്ട്. ശരി തന്നെ, ഇതിന് ഒരു വയലൻസിൽ A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് A+ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാം, അത്രത്തോളം വയലൻസ് ഉണ്ട്. പക്ഷെ സിനിമ എവിടെ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം എങ്ങനെ പറയും എന്നുള്ളതാണ്. ഇൻട്രോഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ യു ഡീൽ വിത്ത് എ റോങ് പേഴ്സൺ എന്ന് പല സാഹചര്യങ്ങളിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ റോങ് പേഴ്സൺ ആണെന്ന് തെളിയിക്കുന്ന ഷോട്ടുകൾ വളരെ കുറവായിരുന്നു. അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ മാർക്കോ പതറിപ്പോകുന്നതും, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായിട്ട് നിൽക്കുന്നിടത്തൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് സിനിമ മുന്നോട്ട് പോയതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തതിനകത്ത് ഈ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വളരെ വീക്കായി പോയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. വലിയ ഗാങ്സ്റ്റർ കുടുംബമാണ് ഉണ്ണി മുകുന്ദന്റെ ഫാമിലി. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം വരുന്നു, ആ സാഹചര്യത്തിൽ ഭീഷണി വരുന്നു. ഉണ്ണി മുകുന്ദന്റെ ഏട്ടൻ കഥാപാത്രം അവതരിപ്പിച്ച സിദ്ദിഖ് ജോർജ് എന്ന കഥാപാത്രം, ഈ കഥാപാത്രമൊക്കെ ഈ രീതിയിലൊക്കെ ഈ ഇത്രയും വലിയ ഡോൺ ഗാങ്സ്റ്റർ കുടുംബത്തിന്റെ അടുത്തേക്ക് ഭീഷണി നിലനിൽക്കുമ്പോൾ ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന അക്രമകാരികൾ, ഇതിനെ തടയാൻ ഒരുപക്ഷെ ഇത്രയും വലിയ ഗാങ്സ്റ്റർ കുടുംബത്തിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കാണൂല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവിടെ കുറച്ച് ഗുണ്ടകളൊക്കെ ഉണ്ടാവില്ലേ, കുറച്ച് ആൾക്കാരൊക്കെ വീടിന് പുറത്തൊരു പട്ടി പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അതിലേക്ക് ആർത്തലച്ചു വരുന്ന വില്ലന്മാർക്കിടയിൽ നിസ്സഹായനായിട്ട്, അതിനിടയിൽ ഉണ്ണി മുകുന്ദൻ വാക്ക് കൊടുക്കുന്നുണ്ട് കാമുകിക്കും കുടുംബാംഗങ്ങൾക്കും വാക്ക് കൊടുക്കും, എന്റെ മേലെ ചവിട്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ തീർത്തിട്ടല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല ആരും. ഇതൊന്നും പാലിക്കാൻ പറ്റാത്തൊരു ഹീറോ എങ്ങനെയാണ് അവിടെ ഒരു ഹീറോയിസം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് പോലും എനിക്ക് ആ സ്ക്രിപ്റ്റിൽ ചോദിക്കാറുണ്ട്. മറ്റ് തമിഴ് പോലെയുള്ള ഭാഷകളിൽ വരുന്ന മാസപടങ്ങൾ, പഴയ മാസപടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് പറയും തമിഴ് പടം എന്നൊക്കെ പറയും ചിലപ്പോൾ. പക്ഷെ ഇന്ന് അതൊക്കെ മാറി.
ഇന്ന് അതൊക്കെ മാറ്റി തമിഴൊക്കെ വൻ സിനിമകൾ അല്ലെങ്കിൽ വൻകിട മാസിനപ്പുറത്തേക്ക് ലോജിക് സെൻസുള്ള അത്രത്തോളം മികച്ച രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന സിനിമകളിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് മലയാളത്തിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സിനിമ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ പ്രേക്ഷകരോടാണ് എനിക്ക് മറ്റൊരു ചോദ്യം. ഇത് ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകർ അല്ലെങ്കിൽ വയലൻസ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ, വയലൻസിന് സിനിമയില്ല, ഈ സിനിമയില്ലാതെ വെറുതെ കൊത്തി നുറുക്കി ഇറച്ചി കഷ്ണങ്ങൾ കൊത്തി നുറുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ള ഒരു പ്രേക്ഷകൻ, അത്തരം പ്രേക്ഷകരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ എനിക്കൊന്ന് കേരളത്തിന്റെ യുവാക്കളുടെ പോക്കിനെയൊക്കെയാണ് എനിക്ക് സംശയം തോന്നുന്നത്. ഇന്നത്തെ ഒരു യുവാക്കളുടെ എന്താണ് യുവാക്കൾ, ഏത് തരത്തിലാണ് ഇവരുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എന്നുള്ളത് എനിക്ക് സംശയം തോന്നുവാണ്. അത്തരം പടങ്ങളോടുള്ള സമീപനം കാണുമ്പോൾ എന്താ പറയണ്ടേ, നഗ്നനായ രാജാവ്, എല്ലാവരും രാജാവ് നഗ്നനായിട്ടും അത് നഗ്നനാണ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല. കാരണം രാജാവ് നഗ്നനാണെന്ന് പറയാൻ പേടിയായിരുന്നു. ഈ കഥ പറഞ്ഞപ്പോൾ ഈ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അത്രത്തോളം എല്ലാവരും ഇതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിലാണ് അഭിപ്രായങ്ങൾ വരുന്നത്. അത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലേക്ക് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഗാങ്സ്റ്റർ കുടുംബത്തിലേക്ക് വരുന്ന അക്രമത്തെ നേരിട്ട രീതിയാണ്. അതിന്റെ സ്ക്രിപ്റ്റിന്റെ പോരായ്മയാണത്, സ്ക്രീൻ പ്ലേയുടെ പോരായ്മയാണ്, സ്ക്രിപ്റ്റ് കഥ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ പോരായ്മയാണ്. കാരണം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഗാങ്സ്റ്റർ കുടുംബത്തില് ഒരു തോക്കുണ്ടാവൂലേ, ചുമരില് ചാരി വെച്ചിട്ടുണ്ട് ഒരു ഡബിൾ ബാരൽ ഗണ്ണ്, അത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു റിവോൾവറൊക്കെ ഒരു ഘട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഡിഫൻഡർ, 3-4 ഡിഫൻഡറും BMW ബെൻസും കാറുകളൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്. ഇത്രയും വലിയ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ കുടുംബത്തിലേക്ക് അക്രമികാരികൾ കടന്നു വരുന്നു. ഇവിടെ ഒരു വെടിവെക്കാൻ ഒരു തോക്കില്ല എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണിമൂന്നിൽ അതുപോലെ തോക്ക് കൈകൊണ്ട് തൊടൂല, വെറും കത്തി തന്നെ, കത്തി കൊണ്ട് കീറി 100-500 ആൾക്കാരെ കീറി കൊല്ലുക. അതിനപ്പുറത്തേക്ക് ഒരു തോക്കെടുത്ത് വെടിവെക്കാനുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ ഗാങ്സ്റ്റർ ഇങ്ങനെ കത്തിയും കൊണ്ട് കളിക്കുന്ന ആളാണെന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും. ഉണ്ണി മുകുന്ദൻ എന്ന നടൻ ഒരുപക്ഷെ ആക്ഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇതിനകത്ത് ആക്ഷനൊക്കെ കൊള്ളാമെങ്കിലും ആക്ടിങ്, ഈ കൂളിംഗ് ഗ്ലാസ് ഇല്ലെങ്കിൽ എങ്ങനെ അഭിനയിക്കും എന്ന് തോന്നിപ്പോകുന്നിടത്താണ് നിൽക്കുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തില് നായകന് ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി സംഭവിക്കുന്നു. ഈ ഇഞ്ചുറി എന്ന് പറയുന്നത് കത്തി കൊണ്ട് എടുത്ത് കുത്തുകയാണ്. കുത്തി നെഞ്ചത്തും കഴുത്തിലും ഒക്കെ കുത്തി, മുഖമൊക്കെ കുത്തി തിരിച്ച് താടിയിലൊക്കെ പൊട്ടി നിൽക്കുന്ന നായകൻ. ഈ നായകൻ പെട്ടെന്ന് ഒരു ബാത്റൂമിലേക്ക് കയറി താടിയിൽ ശരിയാക്കുന്നു. അതുപോലെ ഈ കുത്തിയെടുത്ത് 2 സ്റ്റിച്ച് ഇടുന്ന നായകൻ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ബാത്റൂമിൽ നിന്ന് കുളിക്കുകയാണ്. കുളിച്ചു കഴിഞ്ഞ് കുപ്പായിടുന്നു, കോട്ടിടുന്നു, സംഭവം തീർന്നു. എനിക്ക് തോന്നിയത് നമ്മുടെ അർണോൾഡ് ഷ്വാസ്നഗറിന്റെ ടെർമിനേറ്റർ എന്ന് പറയുന്ന സിനിമയിലേക്കുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച പോലെയാണ്. ഇതിന്റെ ഒരു സെൻസ് എന്താണ്, അല്ലെങ്കിൽ അത്ര ഒരു സബ്ജക്റ്റ് അല്ലല്ലോ ഇത്. ഇതിന്റെ സെൻസ് എന്താണ് ഈ രീതിയിൽ? എന്നിട്ട് നായകൻ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു, എല്ലാവരും മരിച്ചു. അതിനുശേഷം നായകൻ വില്ലനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. 1000 ആളുള്ള വില്ലന്റെ പുലിമടയിലേക്ക് കയറി പോകുന്നു. അവിടെ നായകൻ ഉഷാറാണ്. അവിടെ എല്ലാവരും അവരുടെ അടുത്ത് തോക്കൊക്കെ ഉണ്ട്. ആ തോക്കൊക്കെ നായകൻ എടുക്കുന്നു. ഇവന്റെ അടുത്ത് തോക്കില്ല. കുറെ ഡിഫൻഡറൊക്കെ ഉണ്ട്, BMW ഒക്കെ ഉണ്ട്, പക്ഷെ തോക്കില്ല. അവിടെ എത്തിയതിനു ശേഷം അവരുടെ തോക്കൊക്കെ എടുത്ത് കട്ട വെച്ച് എല്ലാരെയും കൊന്ന് ഉഷാറാക്കി. ഇതാണ് സിനിമ. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാനും മറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇട്ടോളൂ, ഒരു പ്രശ്നമില്ല. ഓക്കെ.